അവരെങ്ങനെങ്കിലും നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി MLA യോട് 1 കോടി രൂപയാണ് ചോദിച്ചത്. എൽദോസിനോട് 1 കോടി രൂപ. ആ പെൺകുട്ടിയെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണമെന്നുണ്ട്. ആ പെൺകുട്ടി 49 കേസുകളിൽ പ്രതിയാണ്. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. 49 കേസുകൾ, അതായത് 49 ക്രിമിനൽ ആയിരിക്കണമല്ലോ. ഇല്ലെങ്കിൽ 49 കേസിലൊക്കെ ഒരാൾ പ്രതിയാവും. ഇല്ലെങ്കിൽ 49 കേസിൽ എങ്ങനെ ഒരാൾ പ്രതിയാവും? 49 കേസ്, സമാനമായ കേസുകളടക്കം, ആൾക്കാരുടെ നിന്ന് പണം പിടുങ്ങാൻ ശ്രമിച്ചു എന്നുള്ള കേസുകളിലടക്കം ഈ വ്യക്തി പ്രതിയാണ്. എന്നിട്ട് ഹൈക്കോടതി എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ പറഞ്ഞു, പ്രോസിക്യൂഷനോട്, പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ സിനിമാ കഥ പറയുകയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ വെറും സിനിമാ കഥ പറയുകയാണ്. എന്നിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത്, റേപ്പിനെ പോലെ വേദനാജനകമാണ് വ്യാജ റേപ്പ് പരാതി. റേപ്പിനെ പോലെ വേദനാജനകമാണ്. കാര്യം ഇങ്ങേർക്ക് മക്കളില്ലേ, ആ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടേ, അവർ 5ലോ 6ലോ പഠിക്കുന്ന പിള്ളേരായിരിക്കും, 7ലോ 8ലോ പഠിക്കുന്ന പിള്ളേരായിരിക്കും, അവർക്ക് നാണക്കേടും പ്രശ്നങ്ങളും ഇല്ലേ, അവരുടെ കൂട്ടുകാരോ അവരുടെ സ്കൂളിലെ ശത്രുക്കളോ അവരെ കളിയാക്കണ്ടേ, നിന്റെ അച്ഛൻ. ഈ കുട്ടികളുടെ മാനസികാരോഗ്യം ജീവിതകാലത്തേക്കുള്ള തകരുകയില്ല. എന്തിനാണ്? നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, ഇങ്ങനെ അറിയത്തോലുമില്ല. അങ്ങനെ എത്ര പേരെ